ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ BBA FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന ഡിസിഷൻ സയൻസ് പറയുന്ന പേപ്പറിൽ വളരെ പ്രധാനപ്പെട്ട ഏരിയയിലുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് LPയുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ തിയറിക്കും പ്രോബ്ലത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഇവിടെ രണ്ട് മെത്തേഡിലാണ് പ്രോബ്ലം വരുന്നത്. ഒന്ന് മാത്തമാറ്റിക്കൽ മെത്തേഡും മറ്റൊന്ന് ഗ്രാഫിക്കൽ മെത്തേഡും. സിംപ്ലക്സ് നമ്മുടെ സിലബസിലില്ല. അപ്പോൾ രണ്ട് മെത്തേഡാണ് ഇവിടെ നമ്മൾ പ്രോബ്ലം പഠിക്കേണ്ടത്. ഒന്ന് മാത്തമാറ്റിക്കൽ മെത്തേഡിലൂടെ എങ്ങനെയാണ് ഒരു LP കൺസ്ട്രക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ എങ്ങനെയാണ് ഒരു LP സോൾവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് നോക്കാം. ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് എ മാത്തമാറ്റിക്കൽ ടെക്നിക്ക്. ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണിത് ലീനിയർ പ്രോഗ്രാമിംഗ്. യൂസ് ടു ഡിറ്റർമൈൻ ദി ഓപ്റ്റിമൽ ഓർ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് ബെസ്റ്റ് അല്ലെങ്കിൽ ഓപ്റ്റിമം സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത്. ഇൻവോൾവിങ് ലിമിറ്റഡ് റിസോഴ്സസ് വേർ ബോത്ത് ദി ഒബ്ജക്റ്റീവ് ആൻഡ് കൺസ്ട്രെയിൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ലീനിയർ ഫോംസ്. ഇവിടെ ഒബ്ജക്റ്റീവ്സും കൺസ്ട്രെയിൻസും ലീനിയർ ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഒരു പ്രോബ്ലത്തിന് ബെസ്റ്റ് അല്ലെങ്കിൽ ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത്. ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കൺസ്ട്രെയിൻസും എക്സ്പ്രസ് ചെയ്യുന്നതിലാണ് ഒരു ലീനിയർ ഫോർമാറ്റിലാണ്. അപ്പോൾ ഈ ഒരു മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു സിമ്പിൾ മീനിങ് ആണ്. LP ഹെൽപ്സ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ഓർ മിനിമൈസ് കോസ്റ്റ് അണ്ടർ ഗിവൺ കണ്ടീഷൻ. നമുക്ക് നൽകിയ കണ്ടീഷൻ ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആക്കാം. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ അത് മാക്സിമൈസേഷനും കോസ്റ്റ് ആണെങ്കിൽ അത് മിനിമൈസേഷനാണ്. അപ്പോൾ LPയിൽ രണ്ട് കാര്യങ്ങൾ വരിക. ഒന്നെങ്കിൽ മിനിമൈസേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ മാക്സിമൈസേഷൻ പ്രോബ്ലം. മാക്സിമൈസേഷൻ എപ്പോഴും വരിക പ്രോഫിറ്റിൻ്റെ കേസിലാണ്, മിനിമൈസേഷൻ എപ്പോഴും വരിക കോസ്റ്റിൻ്റെ കേസിലാണ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻ ഓഫ് LP ഇൻ മാനേജ്മെൻറ്റ്. ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റിൽ. അപ്പോൾ മാനേജ്മെൻറ്റിൽ ഏതൊക്കെ ഫീൽഡിലാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത്, അപ്ലൈ ചെയ്യുന്നത്? ഒന്നാമത്തെ പോയിൻ്റാണ് പ്രൊഡക്ഷൻ പ്ലാനിങ്. ഡിസൈഡിങ് ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് എ പ്രൊഡക്ട്സ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ഓർ മിനിമൈസ് കോസ്റ്റ്. അല്ല, പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഡിസൈഡ് ചെയ്യാൻ എന്തുപയോഗിക്കുന്നത്? LP ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നില്ലെങ്കിൽ മാക്സിമൈസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മിനിമൈസ് കോസ്റ്റ്. ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ആക്കണം, അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസേഷൻ ആക്കാം. സെക്കൻഡ് പോയിൻ്റാണ് റിസോഴ്സ് അലോക്കേഷൻ. എഫിഷ്യൻ്റ് യൂസ് ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ് ലൈക്ക് ലേബർ, മെഷീൻ ആൻഡ് മെറ്റീരിയൽ. അല്ലേ, റിസോഴ്സുകളൊക്കെ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി LP ഉപയോഗിക്കുന്നു. തേർഡ് പോയിൻ്റ് പ്രൊഡക്റ്റ് മിക്സ് ഡിസൈൻ. ഏത് പ്രൊഡക്റ്റ് മിക്സ് എടുക്കണം? സെലക്ടിങ് ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതിൽ ഏതാണ് ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് ഡിസൈഡ് ചെയ്യാൻ LP ഉപയോഗിക്കുന്നു. ദെൻ കോസ്റ്റ് മിനിമൈസേഷൻ. റെഡ്യൂസിങ് പ്രൊഡക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ എന്തുപയോഗിക്കുന്നത്? LP അപ്ലൈ ചെയ്യേണ്ടത്. പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അത് 4 പോയിൻ്റാണ്. പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ ഉപയോഗിക്കേണ്ടത്, റിസോഴ്സ് അലോക്കേഷൻ കൊണ്ട് ഉപയോഗിക്കേണ്ടത്, പ്രൊഡക്റ്റ് മിക്സ് ഡിസിഷനിൽ ഉപയോഗിക്കേണ്ടത്, കോസ്റ്റ് മിനിമൈസേഷനിൽ ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അല്ലെ, പ്രോഫിറ്റ് മാക്സിമൈസേഷനിലും LP ഉപയോഗിക്കേണ്ടത്. ബെസ്റ്റ് അച്ചീവിങ് മാക്സിമം പ്രോഫിറ്റ്, നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ലഭിക്കാൻ വേണ്ടി LP ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, സ്റ്റോക്ക് മാനേജ്മെൻറ്റ്. ഒരു ഒപ്റ്റിമം സ്റ്റോക്ക് ലെവൽ സ്ഥാപനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഷെഡ്യൂളിങ്ങിന്. അലോക്കേറ്റിംഗ് ടൈം ആൻഡ് റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ. നമ്മൾ പ്രൊഡക്ഷന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൈമും റിസോഴ്സും അലോക്കേറ്റ് ചെയ്യാനും എന്തുപയോഗിക്കുന്നുണ്ട്? LP ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ട്രാൻസ്പോർട്ടേഷനും ഡിസ്ട്രിബ്യൂഷനും എന്തുപയോഗിക്കുന്നുണ്ട്? LP ഉപയോഗിക്കുന്നത്. അതായത് മിനിമൈസിങ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് കുറക്കുന്നതിന് വേണ്ടിയും
എഫിഷ്യൻ്റ് ആയിട്ടുള്ള റൂട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയും ട്രാൻസ്പോർട്ടേഷനിൽ ഹെൽപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിസിഷൻസ് അല്ലേ, മാർക്കറ്റിൽ എങ്ങനെയാണ് അഡ്വർടൈസ്മെൻറ്റ് സെയിൽസിനെ ബാധിക്കുക, അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ടതും സെയിൽസുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള തീരുമാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി മാർക്കറ്റിങ്ങിൽ എന്തുപയോഗിക്കുന്നു, LP ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിലൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്, LP ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷനൊക്കെ ജസ്റ്റ് പോയിന്റുകൾ മനസ്സിലാക്കുക, ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് അസംഷൻസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഫസ്റ്റ് പോയിൻ്റാണ് ലീനിയാരിറ്റി ഓർ പ്രൊപ്പോർഷണാലിറ്റി. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എക്സ്പ്രസ് ചെയ്യുന്നത് ലീനിയാരിറ്റി ഫംഗ്ഷനാണ്. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്തായിരിക്കണം, ലീനിയാരിറ്റി ആയിരിക്കണം. സെക്കൻഡാണ് അഡിറ്റിവിറ്റി, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണം, ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റണം. സെർട്ടനാലിറ്റി, ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണ്, ഒരു ഡിറ്റർമിനിസ്റ്റിക് ആണ്. ദെൻ ഡിവിസിബിലിറ്റി, കണ്ടിന്യൂറ്റിയാണ്, ഇതിലെന്തുണ്ട്, ഓരോ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം. ദെൻ നോൺ നെഗറ്റിവിറ്റി, ലീനിയർ പ്രോഗ്രാമിംഗ് ഒരിക്കലും നെഗറ്റീവ് വരാൻ പറ്റില്ല അല്ലേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, അതുകൊണ്ട് നെഗറ്റീവ് വരാൻ പാടുള്ളതല്ല. ഒപ്റ്റിമാലിറ്റി, നമ്മളിവിടെ ഒപ്റ്റിമം സൊല്യൂഷനാണ് കണ്ടെത്തുന്നത്, അതുകൊണ്ട് തന്നെ ഒപ്റ്റിമാലിറ്റി ഒരു അസംഷനാണ്. അതുപോലെ തന്നെ ഫിനിറ്റ്നെസ് ആയിരിക്കണം, ഒരിക്കലും ഇൻഫിനിറ്റ് ആയിരിക്കില്ല, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണം. നമുക്ക് കൗണ്ട് ചെയ്യാൻ, നമ്പർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അസംഷൻസൊക്കെ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് ഫോർമേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽ ടു LPP. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഫോർമേറ്റ് ചെയ്യുക, അതായത് മാത്തമാറ്റിക്കൽ മോഡൽ ഫോർമേറ്റിൻ്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ ദി ഡിസിഷൻ വേരിയബിൾ. നമ്മൾ എന്ത് ചെയ്യണം, ഡിസിഷൻ വേരിയബിൾ തീരുമാനിക്കണം. അതിനുശേഷം ഡിഫൈൻ ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. അതൊന്നില്ലെങ്കിൽ മാക്സിമൈസ് ആയിരിക്കും, അല്ലെങ്കിൽ മിനിമൈസ് ആയിരിക്കും. മാക്സിമൈസ് വരിക പ്രോഫിറ്റിൻ്റെ കേസിലും, മിനിമൈസ് വരിക കോസ്റ്റിൻ്റെ കേസിലുമാണ്. തേർഡ് സ്റ്റെപ്പാണ് ഫോർമാറ്റ് ദി കൺസ്ട്രെയിൻസ് ബേസ്ഡ് ഓൺ റിസോഴ്സ് ഓർ ലിമിറ്റേഷൻ. റിസോഴ്സിൻ്റെയോ ലിമിറ്റേഷൻ്റെയോ അടിസ്ഥാനത്തിൽ കൺസ്ട്രെയിൻസ് ഡെവലപ്പ് ചെയ്യണം, ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്താണ്, കൺസ്ട്രെയിൻസ് ഫോർമാറ്റ് ചെയ്യണം. ദെൻ എക്സ്പ്രസ് ഓൾ റിലേഷൻഷിപ്പ് ഇൻ ലീനിയർ ഇക്വേഷൻ. എല്ലാ റിലേഷൻഷിപ്പും ലീനിയർ ഇക്വേഷനിലേക്ക് അല്ലെങ്കിൽ ഇനീക്വാലിറ്റിയിലേക്ക് മാറ്റണം. ആഡ് നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് വേരിയബിൾസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് ആഡ് ചെയ്യണം, അതായത് വേരിയബിൾ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ജസ്റ്റ് ഈ സ്റ്റെപ്പുകൾ പഠിക്കുക. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാണ്. അപ്പോൾ ഓരോ പ്രോബ്ലംസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ പല വിദ്യാർത്ഥികളും ഈ ലീനിയർ പ്രോഗ്രാമിങ് ബുദ്ധിമുട്ടുള്ളതാണെന്ന് പറയാറുണ്ട്. അത് ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ജസ്റ്റ് അതിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ആൻസറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള വളരെ എളുപ്പമാണ്. ഒരു പ്രോബ്ലം നോക്കാം. എ മാനുഫാക്ചർ ഓഫ് ഫർണിച്ചർ മേക്സ് 2 പ്രൊഡക്റ്റ് ചെയർ ആൻഡ് ടേബിൾ. ഒരു മാനുഫാക്ചർ 2 പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നു. ഒരു പ്രൊഡക്റ്റ് ചെയറുമാണ്, മറ്റൊരു പ്രൊഡക്റ്റ് ടേബിളുമാണ്. പ്രോസസ്സിംഗ് ഓഫ് ദീസ് പ്രൊഡക്റ്റ് ഈസ് ഡൺ ഓൺ 2 മെഷീൻസ് എ ആൻഡ് ബി. ഇതിൻ്റെ പ്രോസസ്സിംഗ് നടന്നത് 2 മെഷീനിലൂടെയാണ്. ഒരു മെഷീൻ എയും ഒരു മെഷീൻ ബിയും ആണ്. അവിടെ 2 പ്രൊഡക്റ്റാണ് നിർമ്മിക്കുന്നത്, ഒന്ന് ചെയറും ഒന്ന് ടേബിളും. ഇതിൻ്റെ പ്രോസസ്സിംഗ് നടക്കുന്നത് 2 മെഷീനിലൂടെയാണ്, ഒന്ന് എ എന്ന് പറയുന്ന മെഷീനും മറ്റൊന്ന് ബി എന്ന് പറയുന്ന മെഷീനും. എ ചെയർ റിക്വയർസ് 2 hours ഓൺ മെഷീൻ എ. ഒരു ചെയർ നിർമ്മിക്കാൻ 2 hours ആണ് മെഷീൻ എയിൽ എടുക്കുന്നത്. ആൻഡ് 6 hours ഓൺ മെഷീൻ ബി. 6 hours ആണ് മെഷീൻ ബിയിൽ എടുക്കുന്നത്. എ ടേബിൾ റിക്വയർസ് 5 hours മെഷീൻ എ. ടേബിളിൻ്റെ കേസിൽ മെഷീൻ എയിൽ 5 hours, മെഷീൻ ബിയിൽ നോ ടൈം മെഷീൻ ബി. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദർ ആർ 16 hours ഓഫ് എ ടൈം പെർ ഡേ അവൈലബിൾ ഓൺ മെഷീൻ എ ആൻഡ് 13 hours ഓൺ മെഷീൻ ബി. അതായത് അവൈലബിൾ ആയിട്ടുള്ള അവേഴ്സ് മെഷീൻ എക്ക് 16 hours, മെഷീൻ ബിക്ക് 30 hours ആണ്.
Profit gained by the manufacturer from a chair is ₹1. ചെയറിൽ നിന്ന് ഒരു മാനുഫാക്ചർക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് ₹1 ആൻഡ് ഫ്രം എ ടേബിൾ ഈസ് 5 റെസ്പെക്റ്റീവ്ലി. ടേബിളിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ₹5. ഫോർമുലേറ്റ് ദി പ്രോബ്ലം ഇൻ ടു LPP ഇൻ ഓർഡർ ടു മാക്സിമൈസ് ദി ടോട്ടൽ പ്രോഫിറ്റ്. ഇവിടെ മാക്സിമൈസേഷൻ പ്രോബ്ലമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മാക്സിമൈസേഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രോഫിറ്റ് ആണെങ്കിൽ അത് മാക്സിമൈസേഷൻ ആക്കണം, കോസ്റ്റ് ആണെങ്കിൽ അത് മിനിമൈസേഷൻ ആക്കണം. ഈ ഒരു പ്രോബ്ലം വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഈ ചോദ്യത്തിൽ നൽകിയ ഓരോ ഡാറ്റയും ഒരു ടേബിളിലേക്ക് മാറ്റുക. ഇവിടെ 2 പ്രൊഡക്റ്റുകളാണുള്ളത്. ഒരു പ്രൊഡക്റ്റ് ചെയറാണ്, ഒരു പ്രൊഡക്റ്റ് ടേബിളാണ്. ചെയറിന് X1 എന്നും ടേബിളിന് X2 എന്നും നൽകുക. ദെൻ അവൈലബിൾ ആയ ടൈം നൽകിയിട്ടുണ്ട്. 2 മെഷീനുകളുണ്ട്. ഒരു മെഷീൻ A ആണ്, ഒരു മെഷീൻ B ആണ്. ചോദ്യത്തിൽ പ്രോഫിറ്റും നൽകിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചെയർ നിർമ്മിക്കാൻ 2 അവേഴ്സാണ് വേണ്ടത്. മെഷീൻ എക്ക് ചെയറിന് 2 അവേഴ്സും മെഷീൻ ബിക്ക് ചെയറിന് 6 അവേഴ്സും വേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ചെയറിൻ്റെ കുളത്തിൽ എഴുതുന്നു. മെഷീൻ എക്ക് 2 അവേഴ്സ്, മെഷീൻ ബിക്ക് 6 അവേഴ്സ്. ദെൻ നെക്സ്റ്റ് ടേബിളിൻ്റെ കേസിൽ മെഷീൻ എക്ക് 5 അവേഴ്സാണ്, മെഷീൻ ബിക്ക് നോ ടൈം ഫോർ മെഷീൻ ബി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 5 അവേഴ്സ് മെഷീൻ എക്ക് നൽകുക, മെഷീൻ ബിക്ക് എന്തില്ല, ടൈമില്ല. ഇനി ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത് ദർ ആർ 16 അവേഴ്സ് ടൈം പെർ അവൈലബിൾ ഓൺ മെഷീൻ എ. 16 അവേഴ്സാണ് മെഷീൻ എക്കുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. ദെൻ മെഷീൻ ബിക്കുള്ളത് 30 അവേഴ്സാണ്, അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് നമ്മൾ ചോദ്യത്തിൽ പ്രോഫിറ്റ് നൽകിയിട്ടുണ്ട്. ചെയറിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് ₹1, ടേബിളിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് ₹5. അത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു കോളത്തിലേക്ക് നൽകി. നെക്സ്റ്റ് നമുക്ക് ലഭിച്ച ഡാറ്റയെ LPയുടെ മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നൽകുക. മാക്സിമൈസ് Z ഈക്വൽ ടു X1 + 5X2. ഇത് നമുക്ക് ലഭിച്ചത് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് പ്രോഫിറ്റിൻ്റെ കാര്യമാണ്. മാക്സിമൈസേഷൻ ആണെങ്കിൽ പ്രോഫിറ്റ്, കോസ്റ്റ് ആണെങ്കിൽ നമ്മളിവിടെ മിനിമൈസ് Z ഈക്വൽ ടു എന്ന് എഴുതാം. ഇവിടെ പ്രോഫിറ്റ് ആണ്, മാക്സിമൈസ് Z ഈക്വൽ ടു. ഇനി പ്രോഫിറ്റിൻ്റെ കാര്യം അല്ലേ, X1 എത്രയാണ് പ്രോഫിറ്റ്, 1 ആണ്. X2 എത്രയാണ്, 5 ആണ്. അപ്പോൾ X1 + 5X2 മാക്സിമൈസ് Z ഈക്വൽ ടു X1 + 5X2. നെക്സ്റ്റ് കൺസ്ട്രെയിൻ ആണ്. സബ്ജക്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്താണ് അല്ലേ, ഇവിടെ 2 ആണ്. 2X1 + 5X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. 2X1 + 5X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 കിട്ടും. രണ്ടാമത്തതോ അല്ലേ, 6X1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. അത് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് എഴുതി. അപ്പോൾ 2 കൺസ്ട്രെയിൻ ആണുള്ളത്. ഒന്ന് 2X1 + 5X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. ദെൻ 6X1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. ഇനി X1 X2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ. എപ്പോഴും X1ഉം X2ഉം എന്തിനേക്കാൾ കൂടുതലാവണം, ഒരിക്കലും നെഗറ്റീവ് വരാൻ പറ്റില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഇത്ര മാത്രമാണ് ഇവിടെ ആൻസർ. അപ്പോൾ ഇത്ര മാത്രം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക്, അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ വെച്ചാൽ എസ്സിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. മറ്റൊരു പ്രോബ്ലം നോക്കാം. എ ഹോം റിസോഴ്സ്ഫുൾ ഡോക്ടർ മാനുഫാക്ചേഴ്സ് 2 types ഓഫ് ലാബ്സ്, സേ A ആൻഡ് B. ഇവിടെ 2 ലാബ്സാണ് വരുന്നത്. ഒരു ലാബ് A ആണ്, മറ്റൊരു ലാബ് B ആണ്. ഈ ഒരു സെൻറ്റൻസിൻ്റെ കംപ്ലീറ്റ് മീനിങ്ങും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ബോത്ത് ലാബ്സ് ഗോ ത്രൂ 2 ടെക്നീഷ്യൻസ്. ഈ 2 ലാബ്സും പോകുന്നത് 2 ടെക്നീഷ്യനിലൂടെയാണ്. ഫസ്റ്റ് കട്ടർ, ഒരു ടെക്നീഷ്യൻ ആരാണ്, കട്ടറാണ്. ആൻഡ് സെക്കൻഡ് ഫിനിഷർ. അപ്പോൾ ഇവിടെ 2 ലാബുകളുണ്ട്, എയും ബിയും. 2 ടെക്നീഷ്യൻ ഉണ്ട്, കട്ടറും ഫിനിഷറും.
ആ കാര്യം മാത്രം ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ലാബ് എ റിക്വയർസ് 2 hours ഓഫ് ദി കട്ടർ ടൈം. അപ്പോൾ ലാബ് എയിലെടുക്കുന്നത് 2 hours ആണ്. കട്ടറിന് 2 hours ആൻഡ് 1 hour ഫോർ ഫിനിഷേഴ്സ് ടൈം. അപ്പോൾ കട്ടറിന് ലാബ് എയിൽ 2 hour ഫിനിഷേഴ്സിന് 1 hour ആണ്. ലാബ് ബിയിൽ 1 hour ഓഫ് കട്ടർ ആൻഡ് 2 hours ഫോർ ഫിനിഷർ. നേരെ ഓപ്പോസിറ്റ് ആണ്. ലാബ് ബിയുടെ കേസ് നേരെ ഓപ്പോസിറ്റ് ആണ്. 1 hour കട്ടറിനും 2 hour ഫിനിഷറും. ഇനി ഉള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ ദ കട്ടർ ഹാസ് 104 hours ആൻഡ് ഫിനിഷർ ഹാസ് 76 hours അവൈലബിൾ ആയുള്ള ഡാറ്റയും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേ പാറ്റേണിലാണ് അല്ലേ. ഇവിടെ കറക്റ്റ് നൽകിയിട്ടുണ്ട്. x1 നൽകിയിട്ടുണ്ട്, x2 നൽകിയിട്ടുണ്ട്, x1 നൽകിയിട്ടുണ്ട്, x2 നൽകിയിട്ടുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു നൽകിയിട്ടുണ്ട്. പിന്നീട് നൽകിയത് പ്രോഫിറ്റ് ആണ്. എ എന്ന് പറയുന്ന ലാബിൽ നിന്ന് പ്രോഫിറ്റ് 6 രൂപയും ആൻഡ് ബി എന്ന് പറയുന്ന ലാബിൽ നിന്ന് പ്രോഫിറ്റ് 11 രൂപയുമാണ്. അപ്പോൾ പ്രോഫിറ്റും നൽകി. ഇനി ചോദ്യം പറഞ്ഞത് ഫോർമാറ്റ് ചെയ്യാൻ മാത്തമാറ്റിക്കൽ മോഡൽ. ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഫോർമാറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെയും ഫോളോ ചെയ്യാം. ടേബിൾ ഫോർമാറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ടെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ സോൾവ് ചെയ്ത മാർക്ക് നേരിട്ടും ഡാറ്റകൾ എടുക്കാം. അപ്പോൾ ആദ്യം മാത്തമാറ്റിക്കൽ മോഡൽ ഹെഡിങ് കൊടുത്തു. ഡിസിഷൻ വേരിയബിൾ ഇവിടെ അല്ലേ x1 x2. x1 നമ്പർ ഓഫ് ലാബ് എ പ്രൊഡ്യൂസ്ഡ് പെർ മന്ത്, ഒരു മാസം ലാബ് എ പ്രൊഡ്യൂസ് ചെയ്തതാണ്. x2 നമ്പർ ഓഫ് ലാബ് ബി പ്രൊഡ്യൂസ്ഡ് പെർ മന്ത് ആണ്. ഇനി മാക്സിമൈസ് z ഈക്വൽ ടു പ്രോഫിറ്റിൻ്റെ കാര്യമാണ് ഇത് നമ്മൾ പറഞ്ഞു. പ്രോഫിറ്റ് എത്രയാണ് അല്ലേ? പ്രോഫിറ്റ് 6ഉം 11ഉം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 6x1 പ്ലസ് 11x2. വളരെ എളുപ്പമാണ്. 6x1 പ്ലസ് 11x2. ഇനി കൺസ്ട്രെയിൻസ് ആണ്. ഫസ്റ്റ് കട്ടറിൻ്റെ കേസിലെ കൺസ്ട്രെയിൻ ഇവിടെ എഴുതിയത് 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 104. നമ്മൾ കറക്റ്റ് പറഞ്ഞതാണ്. കട്ടേഴ്സിന് x1 2ഉം അല്ലേ x2 1ഉമാണ്. അപ്പോൾ 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 104. ഈ ഫിനിഷേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിരുന്നു. x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 76. നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യം വായിക്കുക, അതിലുള്ള ഡാറ്റകൾ കൃത്യമായിട്ട് x1 x2 എഴുതിയെടുത്താലും കുഴപ്പമില്ല. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തവർക്ക് ഇതേ മാർക്കും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ദെൻ നോൺ നെഗറ്റിവിറ്റി x1 ഗ്രേറ്റർ ദാൻ 0, x2 ഗ്രേറ്റർ ദാൻ 0. നമുക്ക് ആൻസർ വേണ്ടത് ഇതാണ്. ഈ ലാസ്റ്റ് നൽകി 3 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ അല്ലേ. മാക്സിമൈസ് z ഈക്വൽ ടു 6x1 പ്ലസ് 11x2 സബ്ജക്റ്റ് ടു ഫസ്റ്റ് എന്താണ് 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 104. സെക്കൻഡ് x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 76. x1 ഗ്രേറ്റർ ദാൻ 0, x2 ഗ്രേറ്റർ ദാൻ 0. വളരെ സിമ്പിളാണ്. പലരും ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ എന്ന് ശ്രദ്ധിക്കുകയാണ്. പക്ക സിമ്പിളാണ്. ഇതേ രീതിയിലുള്ള ചോദ്യമാണ് എക്സാമിന് വരാറുള്ളത്. അപ്പോൾ നമ്മൾ LPയുടെ മാത്തമാറ്റിക്കൽ മോഡലിൽ 2 പ്രോബ്ലംസ് സോൾവ് ചെയ്തു. രണ്ടും മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരുന്നു. ഇനി നമുക്ക് ഒരു മിനിമൈസേഷൻ്റെ പ്രോബ്ലം നോക്കാം. അപ്പോൾ മിനിമൈസേഷൻ വരുമ്പോൾ കോസ്റ്റ് ആയിരിക്കും, മാക്സിമൈസേഷൻ വരുമ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആൻ ആനിമൽ ഫീൽഡ് കമ്പനി മസ്റ്റ് പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 200 kg ഓഫ് എ മിക്സ്ചർ കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഗ്രീഡിയൻസ് x1 ആൻഡ് x2 ഡെയിലി. ഒരു കമ്പനിക്ക്, ഒരു അനിമൽ ഫീൽഡ് കമ്പനിക്ക് ഒരു ദിവസം x1ഉം x2ഉം പാടെ കൂടിയിട്ട് 200 kg എങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. 200 kg എങ്കിലും ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം? ഈ അനിമൽ ഫീൽഡ് കമ്പനിക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. x1ൻ്റെ കോസ്റ്റ് ഇവിടെ കോസ്റ്റാണ് നൽകിയുള്ളത് 3 per kg. 1 kgക്ക് 3 രൂപയാണ്. x2 8 per kg ആണ്. അപ്പോൾ x1 3 per kg, x2 8 per kg ആണ്. കോസ്റ്റ് ആണ് നൽകിയിട്ടുള്ളത്. നോ മോർ ദാൻ 80 kg x1 ഒരിക്കലും എന്താ 80 kgയേക്കാൾ കൂടാൻ പറ്റില്ല. ക്യാൻ ബി യൂസ്ഡ്
ആൻഡ് അറ്റ്ലീസ്റ്റ് 60 kg x2 മസ്റ്റ് ബി യൂസ്ഡ്. അപ്പോൾ അല്ലേ, x2ൻ്റെ കേസിൽ 60 kg എങ്കിലും ഉപയോഗിക്കണം, x1ൻ്റെ കേസിൽ 80 kg വരാൻ പാടുള്ളതല്ല. ഫോർമുലേറ്റ് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ദി പ്രോബ്ലം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. നോട്ട് മോർ ദാൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, നോട്ട് മോർ ദാൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ആ കാര്യം മാത്രം കൃത്യമായിട്ട് മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ മാത്തമാറ്റിക്കൽ മോഡലിന് ഹെഡിങ് കൊടുക്കുന്നു. ഡിസിഷൻ വേരിയബിൾ x1 എന്താണ്, ഇൻഗ്രീഡിയൻസ് x1 ആണ്, ദെൻ x2 ഇൻഗ്രീഡിയൻസ് x2 ആണ്. ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. ഇനി ഇവിടെ കോസ്റ്റ് ആണ്, മിനിമൈസ് എന്ന് എഴുതുക. മിനിമൈസ് കോസ്റ്റ് എങ്ങനെ വരുന്നത്, മിനിമൈസ് z ഈക്വൽ ടു എത്രയാണ് അല്ലേ, x1ൻ്റെ കേസിൽ 3 ആണ്, x2ൻ്റെ കേസിൽ 8 ആണ്. അത് നമ്മൾ എഴുതുന്നു. മിനിമൈസ് z ഈക്വൽ ടു 3x1 പ്ലസ് 8x2. ഓക്കെ ആണല്ലോ. ഇനി കൺസ്ട്രെയിൻസ് നമ്മൾ എഴുതുക. ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്താ പറയുന്നത്, x1ഉം x2ഉം പാടെ കൂടിയിട്ട് അറ്റ്ലീസ്റ്റ് 200 kg എങ്കിലും വേണം. അപ്പോൾ x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200. ഓക്കെ അല്ല, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, അത് 200 ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് x1 അവിടെ പറയുന്നത് എന്താണ്, നോട്ട് മോർ ദാൻ 80 kg എന്നാണ്. അപ്പോൾ x1 എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് മോർ ദാൻ ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80. ദെൻ നെക്സ്റ്റ് എന്താണ് പറയുന്നത്, x2 അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, 60 ആണ്. അപ്പോൾ x2 അല്ലേ മോർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. ദെൻ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് എല്ലാത്തിലും സെയിം ആയിരിക്കും. x1 ഗ്രേറ്റർ ദാൻ 0, x2 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഫൈനൽ ആൻസർ ചെയ്താം. മാത്തമാറ്റിക്കൽ മോഡൽ മിനിമൈസ് z ഈക്വൽ ടു 3x1 പ്ലസ് 8x2 സബ്ജക്റ്റ് ടു x1 പ്ലസ് s2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200, x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60, x1 ഗ്രേറ്റർ ദാൻ 0, x2 ഗ്രേറ്റർ ദാൻ 0. വളരെ എളുപ്പമാണ് LPയിലെ മാത്തമാറ്റിക്കൽ മോഡൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലീനിയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട തിയറീസും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ മോഡലിലെ 3 പ്രോബ്ലമാണ് സോൾവ് ചെയ്തത്. അത് 2 മാക്സിമൈസേഷനും 1 മിനിമൈസേഷൻ്റെയും പ്രോബ്ലമാണ്. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡും കൂടി സോൾവ് ചെയ്താണ്. ഓക്കെ, താങ്ക് യു.